ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തുടക്കത്തിൽ വാഹനം ഓടിക്കുമ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു ബുദ്ധിമുട്ടാണ് വാഹനം ഫസ്റ്റ് ഗിയറിലിട്ട് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് വാഹനം ഓഫായി പോകുന്നത്. പല കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ടെൻഷനും പേടിയും തന്നെയാണ്. ആദ്യമേ തന്നെ നമ്മൾ വാഹനം എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ടെൻഷനും പേടിയൊക്കെ മാറ്റി വയ്ക്കുക, കൂളായിട്ട് വാഹനം എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ക്ലച്ചിന്റെയും ആക്സിലേറ്ററിന്റെയും പ്രോപ്പർ ആയിട്ടുള്ള ഉപയോഗം കറക്റ്റായിട്ട് വന്നില്ലെങ്കിലും ഇങ്ങനെ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. കാരണം പല സാഹചര്യങ്ങളിലായിരിക്കും നമ്മൾ വാഹനം മുമ്പോട്ട് എടുക്കുന്നത്. ഒന്നാമത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ടൊരു വഴി കിടക്കുന്നു, ആ വഴിയിൽ വണ്ടി സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നു, വാഹനത്തിൽ വലിയ ലോഡൊന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു സാഹചര്യമാണെങ്കിൽ നമ്മൾ പതുക്കെ ക്ലച്ചിൽ നിന്ന് വാഹനം അയച്ച് വരുമ്പോൾ തന്നെ വാഹനം പതുക്കെ മുമ്പോട്ട് നീങ്ങും. പക്ഷെ നേരെ മറിച്ച് നമ്മുടെ വാഹനത്തിൽ നിറച്ച് ലോഡുണ്ട്, മുമ്പോട്ടൊരു അല്പം ചെറിയ കയറ്റമാണുള്ളത്. അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾ ക്ലച്ച് മാത്രം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഹനം പെട്ടെന്ന് ഓഫായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ റോഡിന്റെ സാഹചര്യവും നമ്മുടെ വണ്ടിയുടെ കണ്ടീഷനും നോക്കി വേണം നമ്മൾ വാഹനം മുൻപോട്ട് എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമൽ കണ്ടീഷനിൽ നിലപ്പായ ഒരു വഴിയിൽ വണ്ടി കിടക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ആക്സിലേറ്റർ ഫസ്റ്റ് ഇട്ടതിന് ശേഷം ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്ത് വളരെ സ്ലോയിലായിരിക്കണം ക്ലച്ച് റിലീസ് ചെയ്യേണ്ടത്. പെട്ടെന്ന് ചാടി റിലീസ് ചെയ്യരുത്. അതങ്ങനെ പതുക്കെ റിലീസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ വണ്ടിക്ക് ചെറിയൊരു അനക്കവും അതുപോലെ തന്നെ ചെറിയ മുമ്പോട്ട് പോകാനുള്ളൊരു ടെൻഡൻസിയും കൂടെ വരും. ഈ ഒരു സമയത്ത് നമ്മൾ ബ്രേക്കിൽ നിന്നും കാലെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ പതുക്കെ വണ്ടി നമുക്കിങ്ങനെ ക്ലച്ചിൽ കൺട്രോൾ ചെയ്ത് മുൻപോട്ട് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വണ്ടി ഒരിക്കലും ഓഫായി പോകില്ല. പക്ഷെ അതേസമയം നമ്മുടെ വണ്ടിയിൽ ചെറിയ കയറ്റത്തിലോ അല്ലെങ്കിൽ മുൻപോട്ട് ചെറിയ കയറ്റമുണ്ട്, വണ്ടിയിൽ നിറച്ച ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മൾ ബ്രേക്കിൽ കാൽ വെച്ച് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്ത് അല്പം പതുക്കെ വളരെ സ്ലോയിലെടുത്ത് വണ്ടിയുടെ ജെർക്കിംഗ് പോയിന്റ് നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഒരു ഹാഫ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പതുക്കെ ബ്രേക്കിൽ നിന്നും കാലെടുത്തതിന് ശേഷം ആക്സിലറേറ്ററും കൂടെ അല്പം കൊടുത്ത് രണ്ടും കൂടെ ഇങ്ങനെ കൊടുക്കണം. ഇങ്ങനെ ആക്സിലേറ്റർ കൊടുത്ത് ക്ലച്ച് റിലീസ് ചെയ്യുകയാണെങ്കിൽ വണ്ടിയിൽ ലോഡ് ഉണ്ടെങ്കിലോ അതുപോലെ ചെറിയൊരു കയറ്റമൊക്കെയാണ് മുമ്പോട്ടെങ്കിലും വണ്ടി ഒരു കാരണവശാലും ഓഫായി പോകില്ല. അപ്പം എല്ലാവർക്കും രണ്ട് രീതിയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും നമ്മളെല്ലാവരും തന്നെ ഡ്രൈവിംഗ് പഠിക്കുന്ന മിക്കവാറും 1800 തന്നെ ആയിരിക്കും. അപ്പോൾ എന്താണേലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റിലിട്ട് നമ്മൾ വാഹനം എടുക്കുമ്പോൾ ഹാഫ് ക്ലച്ച് പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബ്രേക്കിൽ നിന്ന് നമ്മൾ കാലെടുത്തതിന് ശേഷം ഒരല്പം ആക്സിലേറ്റർ കൊടുത്ത് തന്നെ എടുത്ത് പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതായത് നമ്മൾ തന്നെ ഉള്ളൂ, നല്ല നിരപ്പായിട്ടുള്ള വഴിയൊക്കെ ആണെങ്കിൽ വളരെ സ്ലോയിൽ പേരിന് മാത്രം ആക്സിലേറ്റർ കൊടുക്കുക. ഇനി അതല്ല ചെറിയൊരു കയറ്റമുണ്ട്, അതുപോലെ നിറച്ച ആളുകളൊക്കെ വാഹനത്തിലുണ്ടെങ്കിൽ അതനുസരിച്ച് തന്നെ നമ്മൾ ആക്സിലേറ്റർ കൊടുത്തെടുത്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് ടെസ്റ്റിനൊക്കെ പോയാലും ചിലപ്പോൾ ടെസ്റ്റിന് ചെല്ലുമ്പോൾ ഒരു 5-6 പേരൊക്കെ ചിലപ്പോൾ 3-4 പേരൊക്കെ വണ്ടിയെ ചിലപ്പോൾ ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോഴേക്കും അതുപോലെ ചെറിയൊരു കയറ്റത്തിലൊക്കെ വെച്ചാണ് നമുക്ക് എടുക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളപ്പോൾ ഈ ആക്സിലേറ്റർ കൊടുക്കാതെ ഹാഫ് ക്ലച്ചിൽ മാത്രം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വണ്ടി ഓഫായി പോകാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ തന്നെ തുടക്കത്തിൽ പേരിനാണെങ്കിലും നല്ല വഴിക്ക് ചെറിയ രീതിയിൽ ആക്സിലേറ്റർ കൊടുത്ത് തന്നെ എടുത്ത് പഠിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.